ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ആ ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാനായിട്ട് കുറച്ച് പേര് അവിടെ വന്നു. അവർ കണ്ടതിന് ശേഷം ശരണ്യയ്ക്ക് കുറച്ച് പൈസ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരുടെ സമുദായത്തിന് നേരെ ഉണ്ടായ ഒരു ആക്രമണമാണിത്, അതിൻ്റെ ഇരയാണ് ആ പെങ്കൊച്ചെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ആ രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. ഇതിനെതിരെ നമ്മൾ ശക്തമായി നേരിടാൻ പോവുകയാണ്. അങ്ങനെ കുറേ ഡയലോഗുകളും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അച്ഛനും അമ്മയും അവരൊന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ അവരെ ഇതെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചിട്ട് കുറച്ച് പൈസ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അക്കൗണ്ട് നമ്പർ പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് ഇവരങ്ങ് പോയി കേട്ടോ. ഈ സമയത്ത് ആ ശരണ്യയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്തൊക്കെയോ ഒരു വല്ലാത്ത വിഷമമൊക്കെയാണ്. ആ സമയം അവർ പോയതും ശരണ്യ അങ്ങ് കിടന്നു. ശരണ്യ കിടന്ന സമയത്ത് അച്ഛനും അമ്മയും ഒക്കെ കൂടെ അവർ പറഞ്ഞയക്കാനായിട്ട് അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവർ പിന്നെ ഞങ്ങൾ ഇനിയും വരും, നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി, വിളിക്കണം, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറേ സമാധാനിപ്പിച്ച് അങ്ങനെ കുറേ ഇതൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ശരണ്യയുടെ അടുത്തേക്ക് വന്നു. അന്നേരം ഈ ആൾക്കാർ വന്ന് കണ്ടതിൻ്റേതായ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ശരണ്യയ്ക്കുണ്ട്. അപ്പോൾ അത് ശരണ്യയ്ക്ക് ആ ഒരു ഇറിറ്റേഷൻ ഉണ്ട് എന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. അന്നേരം ആ അച്ഛനാണെന്നുണ്ടെങ്കിൽ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയാണെങ്കിൽ ആ ഈ ഒരു വിവരം അച്ഛനോട് പറയുകയാണ്. ഇങ്ങനെ ആൾക്കാർ വരുമ്പോഴും പോകുമ്പോഴും ഒന്നും മോളെ കാണിക്കേണ്ട കാര്യമില്ല, ഒരു രീതിയിൽ അവളെ ഇതിൽ നിന്നും ആ ലീനയെന്ന് പറയുന്ന കൊച്ച് പിന്തിരിപ്പിച്ച് കൊണ്ടുവരിക, രക്ഷിച്ച് കൊണ്ടുവരികയാണ്. അവളുടെ മനസ്സിൽ നിന്നും ആ വക ചിന്തകളും കാര്യങ്ങളെല്ലാം എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇതുപോലുള്ള ആൾക്കാർ വന്ന് ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ അവൾക്ക് വീണ്ടും ആ ഒരു ഇതാണ് മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇനി ആ ഒരു കാര്യമൊന്നും ചെയ്യണ്ട, ആരെയും മോളെ കാണിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കാം. അപ്പോൾ ആങ്ങളപ്പിള്ളേരാണെങ്കിലും ആ ഒരു കാര്യം സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ ഈ ഒരു കാര്യമെല്ലാം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. ഇതേ സമയത്ത് രോഹിത്തിനെ കാണാനായിട്ട് അലീനയും അതുപോലെ നമ്മുടെ ബാലനും മനുവും കൂടി പോകാനായിട്ട് ഒരുങ്ങുന്നു. അപ്പോൾ ഈ മനു പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കമല അങ്ങോട്ടേക്ക് ചെന്നു. നീ എങ്ങോട്ടാണെന്ന് ചോദിച്ചു. ഞാൻ എങ്ങോട്ട് പോയാലും അതെല്ലാം അമ്മ അറിയണമെന്ന് ചോദിക്കുമ്പം പിന്നെ ആരോടാടാ നീ പറയുന്നത്, പിന്നെ ആരാടാ നിൻ്റെ കാര്യങ്ങളൊക്കെ അറിയേണ്ടതെന്ന് ചോദിച്ചാൽ അമ്മ മോനോട് ചോദിക്കാം. എന്നാലേ ഞാൻ ബാലചന്ദ്രൻ അങ്കിളിൻ്റെ കൂടെ രോഹിയെ കാണാനായിട്ട് ജയിലിലേക്ക് പോവാം, എന്താ അമ്മ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇതുവരെ നീ നിൻ്റെ അനിയനെ കാണാനൊന്നും ഇവിടെ നിന്ന് പോയില്ലല്ലോ, അങ്ങനെയുള്ള നീ പിന്നെ എന്നാത്തിനാ രോഹിത്തിനെ കാണാനായിട്ട് ഇവിടെ നിന്ന് പോകുന്നതെന്ന് അമ്മ ചോദിക്കുമ്പം രോഹിത്തിനെ പോയി കാണേണ്ട കാര്യമുണ്ട്, ഹരിയെ പോയി കാണേണ്ട കാര്യം എനിക്കില്ല. കാരണം ഇതിനെല്ലാം ആണിക്കല്ലേ അവൻ ഒരുത്തനാണെന്നും പറഞ്ഞുകൊണ്ട് മനു ഇങ്ങനെ പറയുക. നിനക്ക് നാണമില്ലേടാ എൻ്റെ കുഞ്ഞിനെ കുറ്റം പറയാൻ? അവനെ ചീത്തയാക്കി കളഞ്ഞതേ ഞാൻ രോഹിത് എന്ന് പറയുന്നവനാണെന്ന് പറയുമ്പം നല്ല കഥയായിപ്പോയി. ആ ഒരു കഥ അമ്മയ്ക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ചോദിച്ചു. അമ്മയുടെ മകൻ ഹരിയെ ചീത്തയാക്കി കളഞ്ഞത് ബാലചന്ദ്രൻ അങ്കിളിൻ്റെ മകൻ രോഹിത്താണെന്ന് അമ്മയ്ക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മനു ശരിക്കും അങ്ങ് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്കൊന്നും പറയാനില്ല. വേറെ ആരോടും അമ്മ ഇത് ചെന്ന് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് മനു എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ ബാലൻ അവിടെ അലീനയെ കൂട്ടാനായിട്ട് അങ്ങോട്ടേക്ക് പോയതായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ മനു ബാലനെ വിളിച്ചു. അങ്കിളെ എവിടെയാ? ഞാൻ ദേ ഇവിടെ നിന്ന് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു. അപ്പം ബാലനാണെങ്കിൽ പോരെയെന്നും പറഞ്ഞു. അതിനുശേഷം പിന്നെ ബാലനും അലീനയും കൂടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ മനു അങ്ങോട്ടേക്ക് ചെന്നു. അത് കഴിഞ്ഞ് ഇവർ 3 പേരും കൂടി പോവുകയാണ്. പോകുന്ന വഴിക്കും അലീനയും ബാലനും മനുവും കൂടി സംസാരിച്ചുകൊണ്ട് പോകും. അപ്പോൾ അലീന ആ കോളനിയിലേക്ക് പോയതിനെ പറ്റിയും അലീനയുടെ ആ ഒരു മാനസികാവസ്ഥയെ പറ്റി അല്ലെങ്കിൽ ആ ഒരു മനോധൈര്യത്തെ പറ്റിയൊക്കെയാണ് മനു ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴേക്കും അലീനയാണെന്നുണ്ടെങ്കിൽ താൻ പറയാറുള്ള പതിവ് കാര്യങ്ങൾ തന്നെ, തനിക്ക് ആരോടും വിദ്വേഷം വയ്ക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ്. അപ്പം നിൻ്റെ ഈ നല്ല മനസ്സുകൊണ്ട് നിനക്ക് പെട്ടെന്ന് ആപത്തുകൾ വന്നു പെടാനുള്ള സാധ്യതകളും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മനുവും ബാലനും കൂടെ ഇങ്ങനെ പറയുമ്പോഴേക്കും അങ്ങനെ ആപത്തുകൾ വന്നു പെട്ടാലും എൻ്റെ ദൈവം കൊണ്ട് എന്നെ രക്ഷിക്കാൻ, ആ ഈശ്വരൻ എന്നെ രക്ഷിക്കാനുള്ളിടത്തോളം ഒരാപത്തിനെയോ അല്ലെങ്കിൽ എതിരെ വരുന്ന ഒന്നിനെയും എനിക്ക് പേടിയില്ല മനുവേട്ടാ എന്നൊക്കെ മനുവിനോട് ഇങ്ങനെ അലീന പറഞ്ഞു. മനുവേ, നീ ഇവളെ പറഞ്ഞു തോൽപ്പിക്കാമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. എന്തായാലും ഒരു വെടിക്കുള്ള മരുന്ന് എപ്പോഴും കരുതി ഇവൾ നടക്കാറുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ പറയുക. അങ്ങനെ ഇവർ വർത്തമാനമൊക്കെ പറഞ്ഞ് നേരെ അവിടെ ചെന്ന് അപ്പോയിൻമെൻ്റ് എടുത്തായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രോഹിത്തിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ രോഹിത്തിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ രോഹിത്തിൻ്റെ കോലം തന്നെ കണ്ട് ഇവരുടെ ചങ്ക് പൊട്ടിപ്പോയി, പ്രത്യേകിച്ച് അലീനയുടേത്. രോഹിത്തിനാണെങ്കിൽ ആരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റാതെ ഇങ്ങനെ കണ്ണൊക്കെ വല്ലാത്തൊരു രീതിയിലായിരിക്കുന്നത്. അപ്പോൾ അലീന തൻ്റെ അനിയനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചങ്ക് പൊട്ടുന്ന വേദനയോടെ നോക്കി നിൽക്കുക. രോഹിത്ത് ആദ്യം വന്ന് നോക്കുന്നത് അലീനയുടെ മുഖത്താണ്. അലീന അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും രോഹിത്തിൻ്റെ ചെവിയിൽ ഇങ്ങനെ കിടന്നിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. എന്താ, അവൻ നിന്നെ ജയിലിൽ കയറ്റുമെന്ന് പറഞ്ഞത് അതേപടി തന്നെ സംഭവിച്ചല്ലോ. ആ ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ കിടന്നിങ്ങനെ തികട്ടി എന്നിട്ട് അലീനെ ഇങ്ങനെ നോക്കുവാണ്. ഈ സമയത്ത് മകൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ അച്ഛന് സഹിക്കുന്നില്ല. അച്ഛനിങ്ങനെ കുറേ നേരം മോനെ നോക്കി നിന്നു. അപ്പോൾ അധികം സമയമൊന്നും ഇല്ല എന്ന് ഈ പോലീസുകാർ പറയുകയും ചെയ്തു. അതിനുശേഷം പിന്നെ രോഹിത്തിനോടും ബാലൻ ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുകയാണ്.
നിനക്ക് സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, അതിൽ അർത്ഥമൊന്നുമില്ല. പിന്നെ ചെയ്ത കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അതിനൊന്നും പ്രതികരിക്കാതെ തല കുമ്പിട്ട് ആരോടും ഒന്നും പറയാൻ പോലും കഴിയാത്ത രീതിയിൽ നമ്മുടെ രോഹിത് ഇങ്ങനെ നിൽക്കുക വിഷമിച്ച്. വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചതിയിലേക്ക് താൻ ചെന്ന് പെട്ടല്ലോ എന്നോർത്തിട്ടുള്ള ഒരു വിഷമം. അങ്ങനെ മനുവാണെങ്കിലും ബാലനാണെങ്കിലും ഒക്കെ ഇങ്ങനെ രോഹിത്തിനോട് സംസാരിക്കുക. അപ്പോൾ അലീന ഒന്നും മിണ്ടുന്നില്ല. അലീന ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ രോഹിത്തിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനത്തെ അച്ഛനും മകനും കൂടി കുറേ നേരമൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാരൻ വന്നിട്ട് സമയം കഴിഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഈ രോഹിത്തിനെയും കൊണ്ട് പോലീസുകാരകത്തേക്ക് കയറിപ്പോൾ പോകുന്ന സമയത്ത് മനുവും അതുപോലെ ബാലനും കൂടി നീങ്ങി പോകുന്നു. പക്ഷേ അലീനെ അവിടുന്ന് ഒരടി അനങ്ങിയില്ല. ഈ ഒരു അവസ്ഥ കണ്ടിട്ട് രോഹിത്തിൻ്റെ. അപ്പോൾ ഹരിയാണെങ്കിൽ അപ്പുറത്തെ സെല്ലിലുണ്ട് എന്ന് ഇവർക്ക് അറിയുകയും ചെയ്യും. അപ്പോൾ ഇവർക്ക് ഹരിയെ കാണണം എന്നുണ്ടെങ്കിലും ഇവർക്ക് പോകാനുള്ളൊരു മനസ്സും ഇല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ഇവരിതിൽ ഇങ്ങനെ നമ്മുടെ അലീനെ ഇങ്ങനെ രോഹിത്തിനെ തന്നെ നോക്കുമ്പോൾ പോകുന്ന രോഹിത്ത് തിരിഞ്ഞു നോക്കി ഇങ്ങനെ പോകുക കേട്ടോ. ഭയങ്കര സങ്കടത്തോടു കൂടി. ഇന്നാണ് അലീനയുടെ വാക്കുകൾക്ക് വിലയുണ്ടായിരുന്നു എന്ന് അവൻ തിരിച്ചറിയുന്നത് എന്ന് അലീനയ്ക്ക് അവൻ്റെ മുഖത്തു നിന്ന് വായിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം എന്താണ് രോഹിത്തിൻ്റെ മനസ്സിലുള്ളതെന്ന് അലീന അവൻ്റെ മുഖത്ത് നോക്കി വായിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ കയറി പോകുമ്പോൾ അലീന ഇങ്ങനെ ദയനീയമായിട്ട് അനിയനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക, സഹിക്കാൻ പറ്റാത്ത വേദനയോടെ. അങ്ങനെ അതും കഴിഞ്ഞ് അലീന ഇങ്ങോട്ടേക്ക് പോന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ വീട്ടിലേക്ക് പോന്നു കഴിഞ്ഞപ്പോൾ ബാലനും മനുവും ഈ രോഹിത്തിനെ കണ്ട കാര്യത്തിൽ, അപ്പോൾ രോഹിത്തിനെ കണ്ടാൽ സഹിക്കായിരുന്നു, എങ്ങനെയെങ്കിലും പുറത്തിറക്കാനുള്ള പരിപാടികളും കാര്യങ്ങളും നോക്കണ്ടേ അങ്കിളെ എന്നൊക്കെ ഇങ്ങനെ മനു ചോദിക്കുകയാണ്. എങ്ങനെയാണ് നമ്മളത് നോക്കുന്നതെന്നൊക്കെ മനുവിനോട് ബാലനും തിരിച്ചു ചോദിച്ചു. എന്തായാലും റിമാൻഡ് കാലാവധി കഴിയുമ്പോൾ ജാമ്യത്തിൽ ഇറക്കാനുള്ള വഴി നോക്കാം, അല്ലാതെ ഇപ്പോൾ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നും ബാലൻ ഇങ്ങനെ പറയണം. അങ്ങനെ ഇതും സംസാരിച്ച് ഇവർ അവിടെ നിന്ന് പോരുക. അങ്ങനെ ഇവരിങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ശിവനെയും അതുപോലെ കമലയാണ് കാണിക്കുന്നത്. കമലയ്ക്കാണ് ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. നിങ്ങൾ അവരെ ഒന്ന് വിളിക്ക്, അവരെന്താ പറഞ്ഞതെന്ന്, അല്ലെങ്കിൽ ഹരി അവർ കണ്ടോന്ന് അറിയാമല്ലോ, വിളിക്കെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ഈ കമല ശിവനെ കൊണ്ട് ബാലനെ വിളിപ്പിച്ചു. അപ്പോൾ ബാലനെ വിളിച്ച് കഴിഞ്ഞപ്പം ശിവേട്ടാ, ബാല നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ അവിടുന്ന് ജയിലിൽ നിന്ന് തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പിള്ളേരെ കണ്ടായിരുന്നോ? കണ്ടു. അവർക്ക് എങ്ങനെയുണ്ട്, കുഴപ്പം വല്ലതും ഉണ്ടോ? ജയിലിലെ സുഖവാസത്തിന് പോയതൊന്നും അല്ലല്ലോ ശിവേട്ട. കഴിഞ്ഞ ദിവസം വന്ന് ഹരിയെ കണ്ടപ്പോൾ ശിവേട്ടനത് മനസ്സിലായതും അല്ലേ എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കുക. ഹരിയെ കണ്ടോന്ന് ചോദിക്കാനായിട്ട് കമല സൈഡിൽ നിന്ന് പറയുമ്പം നിങ്ങൾ ഹരിയുടെ അടുത്ത് പോയോ എന്ന് ചോദിച്ചു. ഹരിയുടെ അടുത്ത് പോകണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ മാത്രമല്ല അപ്പോയിൻമെൻറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഹരിയെ കാണാൻ പറ്റില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം ശിവേട്ടൻ വന്ന് ഹരിയെ കണ്ടതായിരുന്നില്ലേ, അപ്പം പിന്നെ കാര്യങ്ങൾ ശിവേട്ടന് അറിയാമല്ലോ എന്നും പറഞ്ഞു ഇങ്ങനെ പറയണു ബാലൻ. അപ്പോൾ നിൻ്റെ മകനെ മാത്രം പോയി കണ്ടിട്ട് വന്നല്ലേ എന്നും ചോദിച്ചു ശിവൻ. കഴിഞ്ഞ ദിവസം ശിവേട്ടൻ വന്നപ്പോഴും ശിവേട്ടൻ്റെ മകനെ മാത്രമല്ലേ ശിവേട്ടൻ കണ്ടുള്ളൂ, അങ്ങനെ എൻ്റെ മകൻ അവിടെ ഉണ്ടെന്നൊരു ധാരണ ശിവേട്ടൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ അതിനും ശിവൻ്റെ വായ അടപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരൊക്കെ കൂടിയാണ് പോയത്? അത് ഞാനും മനുവും അലീനയും കൂടെയാണ് പോയതെന്ന് പറഞ്ഞു. അലീനയും വന്നോ? അവളും വന്നു, അവൾക്കും രോഹിത്തിനെ കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവളും ഞങ്ങളോടൊപ്പം വന്നു, കണ്ടിട്ട് ഞങ്ങളിങ്ങ് പോകുന്നെന്ന് പറഞ്ഞു. അപ്പോൾ രോഹിത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് അവൾ എന്താ പറഞ്ഞതെന്ന് ശിവൻ ചോദിക്കുമ്പോൾ അവളെന്ത് പറയാനാ, ഒരു ജയിൽ പുള്ളി, അവളല്ലെങ്കിലും തെറ്റ് ചെയ്യുന്നവരുടെ ഭാഗത്ത് നിൽക്കാറില്ല എന്നും ബാലൻ ഇങ്ങനെ പറയുവാണ്. അങ്ങനെ ഇനി അത് കണ്ടിട്ട് അവളുടെ മനസ്സ് മാറും, അങ്ങനെയൊന്നും ശിവേട്ടൻ ചിന്തിക്കേണ്ട കേട്ടോ എന്നും പറഞ്ഞു നമ്മുടെ ബാലൻ അങ്ങനെ സംസാരിച്ചു. എന്നാൽ ശരിയെന്ന് ഞങ്ങൾ എത്തിയിട്ട് വിളിക്കാം എന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശിവനോട് ബാലൻ എന്നാ പറഞ്ഞേ എന്ന് ചോദിച്ചു കമല. അവർ ഹരിയെ പോയി കണ്ടില്ല, രോഹിത്തിനെ കണ്ടിട്ട് പോരുക ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ മനു എന്ന് പറയുന്നോ പിന്നെ എന്നാ കാണിക്കാൻ പോയതാണെന്ന് കമല ചോദിക്കുക. ബാലൻ്റെ തനിക്കോണം കാണിച്ചു, സ്വന്തം മോനെ പോയി കണ്ടേച്ച് വന്നു, നമ്മുടെ കൊച്ചിനെ അവന് കാണാൻ പറ്റത്തില്ല, അതിനവന് സമയമില്ല അല്ലേ എന്നൊക്കെ ചോദിച്ച് കമല കിടന്ന് വെച്ച് വയ്ക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോഴും രോഹിത്തിനെ പോയി ഞാൻ കണ്ടിരുന്നില്ല, ഞാൻ ഹരിയെ മാത്രം കണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ബാലൻ എന്നോട് തിരിച്ച് ചോദിച്ചു. അപ്പോൾ പിന്നെ എനിക്കെന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അത് പിന്നെ അന്ന് ഹരിയേട്ടൻ അന്ന് ശിവേട്ടൻ തന്നെയല്ലേ പോയത് ഹരിയെ കാണാനായിട്ട്, ഇന്ന് നമ്മുടെ മനുവും കൂടി പോയില്ലായിരുന്നു, അവനൊരു ഉത്തരവാദിത്വമില്ല, അവൻ്റെ അനിയനല്ലേ ഹരി, അവനൊന്ന് പോയി കണ്ടുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു അങ്ങനെയൊന്നും ചെയ്യുമെന്ന് നീ വിചാരിക്കണ്ടെന്ന് പറഞ്ഞു. നിൻ്റെ ഹരിമോൻ്റെ സ്വഭാവമല്ല മനുവിന്, മനസ്സിലായോ എന്ന് ചോദിച്ചു. അവരാരൊക്കെയാണ് പോയെന്നാ പറഞ്ഞേ? അലീനെ അവരുടെ കൂടെ ഉണ്ടായിരുന്നെന്നാ പറഞ്ഞു. അവളെയും പൊക്കി പിടിച്ചോണ്ടാണോ പോയതെന്ന് ചോദിക്കുമ്പം പിന്നെ അവൾക്ക് അവനെ കാണണമെന്ന് പറഞ്ഞു, അവളും കൂടെ പോയി കണ്ടു. ഇനി നോക്കിക്കോ, തീർച്ചയായിട്ടും രോഹിത്തിനെ അവർ രക്ഷിച്ചെടുക്കും, അതിനുള്ള ഒന്നാമത്തെ കളിയാണ് ഇപ്പോൾ ഈ കളിച്ചിരിക്കുന്നത്. കളിയോ? നീ എന്നതൊക്കെയാണ് കമല ഈ പറയുന്നത്? മനുഷ്യ, ഇപ്പം രോഹിത്തിനെ പോയി അലീന കണ്ടു. അലീനയ്ക്ക് രോഹിത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ചിലപ്പോൾ മനസ്സലിഞ്ഞു കാണും, സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവൻ്റെ കൂടപ്പുറപ്പാണെന്നാണല്ലോ പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ശരണ്യ എന്ന് പറയുന്ന പെണ്ണിനെ സ്വാധീനിച്ചിട്ട് അലീന രോഹിത്തിനെ പുറത്തിറക്കും. അതിനൊരു സംശയവും വേണ്ട. അങ്ങനെയേ സംഭവിക്കുള്ളൂ, നിങ്ങൾ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കമല പറയുന്നു. അങ്ങനെ അവൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവൾ ചെയ്യട്ടെ, അതിന് നിനക്കെന്താണെന്ന് ചോദിക്കുമ്പോൾ ഓഹോ അപ്പം പിന്നെ നമ്മുടെ മോൻ ഹരിയോ, അവനെ ആരെ ഇറക്കും, അവനെ എന്നാ ചെയ്യും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമല ശിവനോട് ഇങ്ങനെ ചോദിക്കുമ്പം അവനുള്ളിൽ കിടക്കുകയാണെങ്കിൽ കിടക്കട്ടെ, അതാണ് വിധിയെന്ന് കരുതി സമാധാനിക്കണം. അവനവൻ ചെയ്ത പ്രവൃത്തികളുടെ ഫലമല്ല ഇപ്പം അനുഭവിക്കുന്നത്, അവൻ അനുഭവിക്കട്ടെ എന്ന് അങ്ങ് വിചാരിക്കണം. നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കാം, പക്ഷേ എനിക്കത് പറ്റത്തില്ല, എൻ്റെ കുഞ്ഞാ ജയിലിൽ കിടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിയ ഡയലോഗൊക്കെ കമല അങ്ങ് ഇറക്കുന്നു. എടീ, മാന്യമര്യാദയ്ക്ക് മകനെ വളർത്തണമായിരുന്നു. മകൻ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ നോക്കുന്നു, എവിടെയൊക്കെ പോകുന്നു, എപ്പോൾ വരുന്നു, എപ്പോൾ പോകുന്നു, ഇതൊക്കെ നോക്കാൻ നിനക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് സാധിച്ചില്ലെങ്കിലേ ഇതല്ല ഇതിൻ്റെ അപ്പുറം അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ശിവൻ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോയി. ഈ സമയത്ത് കമല ഭയങ്കര മൂപ്പീരുമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ വൈജയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കിടക്കുക. ഭയങ്കര ഇത് എങ്ങനെയെങ്കിലും മോനെ ഒന്ന് രക്ഷിക്കണമെന്നുള്ളൊരു രീതിയിൽ. ആ സമയത്തേക്കും ശിവൻ രാജീവനെ വിളിച്ചിട്ട് രാജീവനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ രാജീവൻ വൈഫ് ഹൗസിലാണല്ലോ. അപ്പോൾ കണ്ടു, വിളിച്ചു. അപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ വരാമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവർ പോയതിനെ പറ്റിയും അതുപോലെ തന്നെ അലീന പോയി അവരെ രോഹിത്തിനെ കണ്ടതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ശിവൻ അന്നേരം ഈ രാജീവനോട് പറയുവാണ്. അപ്പോൾ ഈ അലീന മനസ്സ് വെച്ചാൽ മാത്രമേ ഇപ്പം പിള്ളേരെ പുറത്തിറക്കാൻ പറ്റുള്ളൂ എന്ന് ഇവന്മാർക്കറിയാം. ഇനി അലീന അത് പറയണമെന്നുണ്ടെങ്കിൽ വേറെ ആരും പറഞ്ഞിട്ടും കാര്യമില്ല, വൈജയന്തി പറയണമെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. ഇവർ രണ്ടുപേരും എന്നിട്ട് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്തു. വൈജ മനസ്സ് വെച്ചാൽ കാര്യങ്ങളിപ്പം മണി പോലെ പുഷ്പം പോലെ നടക്കും, പക്ഷെ അവൾ മനസ്സ് വെക്കുകയല്ല എന്ന രീതിയിൽ ഇങ്ങനെ പറയുവാണ്. അപ്പം നമുക്ക് അവസാനമായിട്ട് അവളോട് പോയൊന്ന് സംസാരിക്കാം. അവൾ എങ്ങാനും സമ്മതിച്ചാലോ, അവൾ സമ്മതിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ശിവൻ ഇങ്ങനെ പറയുമ്പോൾ അവൾ സമ്മതിച്ചില്ലെങ്കിൽ അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം, അതിനുള്ള വഴിയാണ് ശിവേട്ട നമ്മൾ നോക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് രാജീവനും പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വൈജയെ പോയി കണ്ട് അലീനയോട് സംസാരിപ്പിക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നു, പിള്ളേരെ പുറത്തിറക്കാൻ. ഈ സമയത്ത് തിരിച്ച് വീട്ടിലെത്തിയിട്ട് നമ്മുടെ അലീനയ്ക്ക് രോഹിത്തിൻ്റെ ആ ഒരു മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല. രോഹിത്തിൻ്റെ അപ്പോഴത്തെ അവസ്ഥ, രോഹിത്തിൻ്റെ ദയനീയമായിട്ടുള്ളൊരു നോട്ടമൊക്കെ അലീനയെ ഇട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ ചെന്നപ്പോഴത്തേക്കും കൃഷ്ണ ഓടി വന്നു വിവരങ്ങൾ അറിയാനായിട്ട്. കൃഷ്ണ ഓടി വന്നപ്പോൾ ഇവരോട് വിവരങ്ങളൊക്കെ ചോദിച്ചു. ഇവർ രോഹിത്തിനെ കണ്ട കാര്യങ്ങളതെല്ലാം പറഞ്ഞു. അപ്പോൾ രോഹിയേട്ടന് ഭയങ്കര ക്ഷീണമാണോ, അവർ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനെ കണ്ടിട്ട് നല്ല ക്ഷീണമാണ്, നന്നായി ഉപദ്രവിക്കുന്നതായിട്ടും തോന്നുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അച്ഛനിങ്ങനെ പറയണം. മോള് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛനിങ്ങനെ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം മനുവും ബാലനും ഒക്കെ കൂടെ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ മനുവിന് പോകണമല്ലോ, മനു പോകാനായിട്ടൊക്കെ നോക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ മനുവും അലീനയും കൂടി സംസാരിക്കുന്നു. അപ്പോൾ അലീനയോട് മനു പറയുകയാണ്, ഇനിയും നീ ആവേശം മൂത്ത് ഓരോന്ന് ചെയ്യരുത്, അത് വലിയൊരു ആപത്തിലേക്ക് ചെന്നെത്തും. ഇപ്പോൾ തലനാരിഴയ്ക്ക് ഓരോരോ സംഭവങ്ങൾ കഴിഞ്ഞ് രക്ഷപ്പെട്ടെന്ന് കരുതി എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കില്ല. അവരൊക്കെ പറഞ്ഞ് മനു ഇങ്ങനെ അലീനയെ സമാധാനിപ്പിക്കുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ച് അങ്ങനെ അവിടുന്ന് പിന്നെ മനു പോകാനായിട്ട് ഒരുങ്ങുന്നു. അപ്പോഴും അലീനയുടെ ഉള്ളിൽ കിടന്നിങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കുക ആങ്ങളെക്കൊച്ചിനെ കുറിച്ച് ആലോചിച്ച്. രോഹിത് തെറ്റ് ചെയ്തു എങ്കിലും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് തിരുത്താൻ ഇനി പറ്റും, അവൻ ഇനി തെറ്റിലേക്ക് പോകാതെ അവൻ മറ്റൊരു മനുഷ്യനായി വരുമെന്ന് അലീനയ്ക്ക് രോഹിതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. രോഹിതിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അലീനയ്ക്ക് ആ സത്യം മനസ്സിലായത്. പക്ഷേ ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ രോഹിത്തുമായിട്ട് അലീനയ്ക്ക് സംസാരിച്ചേ പറ്റൂ. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങുന്നുമില്ല. എന്തായാലും രോഹിത്തിനെ പുതിയൊരു ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഈ കാട്ടാളന്മാരുടെ ഇടയിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ അലീന ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുക. ഇനി അലീന അനിയന് വേണ്ടി പോയി അവിടെ ശരണ്യയുടെ അടുത്ത് സംസാരിക്കുമോ, ഇവരെല്ലാം പ്രതീക്ഷിക്കുന്നത് പോലെ അതോ അലീന ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമോ? പിന്നെ നമ്മുടെ വൈജയെന്ന് പറയണ മുതൽ ഇവർ ചെന്ന് സംസാരിക്കുമ്പോൾ ഏത് രീതിയിൽ പ്രതികരിക്കും? ഒരിക്കലും സമ്മതിക്കുകയല്ല, പറ്റില്ലെന്ന് തന്നെ പറയും, അത് പറയുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇനിയുള്ള കഥ വരുന്നുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.